Hello guys, welcome back to day 4. Gang talk visit. Full costume Ganesh talk visit ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു 50 രൂപ എടുത്ത ഈ കോസ്റ്റ്യൂം റെന്റിന് കിട്ടും. വാങ്ങി 2000 രൂപ എടുത്ത് സെബ് 2000 രൂപ എടുത്ത് വാങ്ങി തന്നെ അവർക്ക് എത്തിച്ചേരാം. സാറൊക്കെ നോക്കിയാൽ അടുത്ത ഹുക്കും അപ്പുറത്ത് ലാസ വാട്ടർഫോൾസിൽ നിൽക്കുന്നത് അടുത്ത എല്ലാവർക്കും ഉണ്ട്. ഇല്ല അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് വാ. നമ്മൾ താശി വിൽപ്പനയിലെത്തി. താശി വിൽപ്പനത്ത് ഇവിടെ ഒന്നുമില്ല. കാശി വിൽപ്പാൻ കൊള്ളാം, പക്ഷേ കുറച്ച് മഞ്ഞ് വന്നു. അല്ലെങ്കിൽ കോടമഞ്ഞ് മാത്രമേ കാണുന്നുള്ളൂ. കാടുണ്ട്. ഏത് ചെടി? മറ്റേ പുഷ്പ എന്ത് ചെറിയ ബ്ലോസം ഉണ്ട്. പൂവാ ഈ പൂ ചെറിയ ബ്ലോസ് ഒക്കെ ഉണ്ട്. അടുത്തേക്ക് ഉണ്ട് ചെറിയ ബ്ലോസ് ഉണ്ട്. വേറെ ഒന്നുമില്ല ഇവിടെ. അവൾ കാടമഞ്ഞാണ്. നമ്മളിപ്പോ കൊറേ സ്ഥലം കാടിനെ കാണാൻ വേണ്ടി പോവാ. നമുക്ക് ഫുൾ ഒന്നും സൈറ്റ് ഒന്നും കാണാൻ പറ്റില്ലല്ലേ. ഫുൾ കോടയാണ്. അതൊന്നും കാണാൻ പറ്റില്ല. പ്രശ്നമാണ്. അവനിക്ക് നടക്കുന്നത് പ്രശ്നമാണ്. എന്റെ വ്യൂ പോയിന്റ് കാണിച്ചിരുന്നോ? വ്യൂ പോയിന്റ് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുൾ കോടമഞ്ഞാണ്. എന്നാലും നമ്മൾ കോട വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. വാട്ടർഫോൾ കണ്ട് അങ്ങനെ കുറെ സാധനങ്ങൾ കാണും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത വ്യൂ പോയിന്റ് പോകും. ഓക്കെ ബൈ. ഞാൻ കുറച്ചേരം പ്രാർത്ഥിക്കും. ഇനി ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ് സമയത്ത് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കേടിച്ചു വരുന്നത് മറ്റേ സാധനം തൈരുണ്ടാക്കുന്നു. ബോട്ടിൽ ഫസ്റ്റ് ഇവിടെ ഈ കോളേജിൻ്റെ പേരും തന്നെ College of Agriculture, Engineering and Post-Harvest Technology. Impal, General Agriculture University, Impal. ഗാങ്ടോക്കിലല്ല, സിക്കിം.
ഫസ്റ്റ് കോളേജ് വിസിറ്റാണ്. കോളേജിൽ കാട്ടോ എന്നാ പന്നിക്കാട്ടോ. ഓരോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഓരോ സംഭവം ഉണ്ടാക്കുന്നത്. വെബ് കമ്പോസ് ഇവിടെ കുറേ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ കോളേജിൽ. പെട്ടെന്നുള്ള വിസിറ്റാണ്. സഡൻലി വിസിറ്റഡ് ആൻഡ് എക്സിറ്റഡ്. നമ്മൾ ഡേ 5 യാത്രയിലാണ്. ഈ ഡേ 5 യാത്രയിൽ നമുക്ക് ഗുവാഹട്ടിയിലേക്കാണ് പോകുന്നത്. ഗുവാഹട്ടി പോകാൻ വേണ്ടി നമ്മൾ ഇവിടെ NJP സ്റ്റേഷനിൽ നിന്ന് നേരെ കാംകിയ ജംഗ്ഷനിലേക്ക് ട്രെയിൻ കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല യാത്ര കഴിഞ്ഞ് AC ഇതിലേക്ക് കമ്പാർട്ട്മെൻറ്റിലേക്ക് യാത്ര ചെയ്ത് അപ്പോൾ ഇടിക്കും ചിലവെന്ന് പറയുന്നുണ്ട് കയറുന്നത് ഇടിക്കും. കൂടുതൽ എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ ലഗേജ് ഒക്കെ ഉണ്ട്. അതിൽ മെയിൻ ലഗേജ് ഫുൾ ഇവർ ഹാൻഡിൽ ചെയ്യും. ബാക്കി 2-3 ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാനാണ് പറഞ്ഞത്. എന്തായാലും ഒരു നല്ല ട്രിപ്പ് ആയിരിക്കും വിചാരിക്കുക. കുറേ സംഭവം കാണാനുണ്ട് ഇതിൽ. വെള്ളത്തിൻ്റെ കളിയാണ് മെയിനായിട്ട് പറഞ്ഞത്. വെള്ളച്ചാട്ടം, വാട്ടർഫോൾസ്, എവിടെ പോയാലും വാട്ടർഫോൾസും മൗണ്ടൻസ് തന്നെയുള്ളത്. ഇവിടെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നതൊക്കെ എൻജോയ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ യാത്രയിൽ പറ്റുന്ന. ഓക്കെ, ഈ വരുന്ന വഴിക്ക് ബാക്കിയെല്ലാം ചെയ്യാം. കേരളം പോലെ തന്നെ ഉണ്ടോ? നമ്മളെ പറ്റിച്ചതാ. ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നുകൂടി വരെ ചാൻസ് കിട്ടിയ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ സന്തോഷം. സ്വിറ്റ്സർലൻഡ് ആണോ ഇവിടെ? ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലപ്പോ ലിവിങ് കോസ്റ്റ് കൂടുതലായിരിക്കും, ഇവിടെ നമ്മ കുറവായിരിക്കില്ല. അപ്പൊ ഞാൻ മേ ബി ആലോചിക്കുന്നതാണ്. ഇവിടെ 1 ഏക്കർ മേടിച്ച് കൃഷി തുടങ്ങി കെട്ടിയാലും കുട്ടികളുമായി നടക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് അനുസര. അപർണയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇവിടെ വീണ്ടും വരണം എന്നൊക്കെ താല്പര്യമുണ്ട്. പിന്നെന്താ പറയണ്ടേ? ഇവിടെ ഇത് നല്ലൊരു സ്ഥലമാണ്. വീണ്ടും വീണ്ടും വരുന്നത് നല്ലതാണ്. പക്ഷേ എപ്പോഴും നമ്മളവിടെ സ്ഥലത്ത് ഷിലോങ് എത്തിയിട്ട് അവിടെ നിന്ന് ഓടി കളിക്കും. ഓരോ സമയത്ത് ഓരോ ക്ലൈമറ്റ് ഒക്കെ. പെട്ടെന്ന് കോട പോലെ വന്ന്, പിന്നെ പെട്ടെന്ന് സൂര്യൻ, പിന്നെ ഇപ്പൊ നോക്കിയ ചന്ദ്രനും കാണാം ആകാശം. എപ്പോ നോക്കിയാലോ പിന്നെ ഇവിടുത്തെ നെല്ലിന്റെ കളറിൽ ഗോൾഡൻ ടച്ച്, കാലം വെട്ടിയത് പച്ച. പിന്നെ ഇവിടെ എന്തിനാ മത്തൻ കുറെ കൃഷി ചെയ്യുന്നുണ്ട്. മത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. ചൂട് തരിക ടെന്നിനകത്തിട്ട് അതിങ്ങനെ വെച്ചോ.
ഞാൻ കൊടുത്തിട്ട് പുകയില്ല. പെരും വെള്ളം. തോണി അറിഞ്ഞ വെള്ളത്തിന് എല്ലാം കൂടി പോകും. ധോണിന്റെ സ്റ്റൈലാണ് അത്. ഇറങ്ങി പോന്ന്. നല്ല നല്ലുള്ളോ? സോപ്പ് എടുത്തിട്ടാ വഞ്ചി അറിഞ്ഞുള്ളു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കേളപ്പൻ വ്ളോഗ്സ്. ഡേ 6. നമ്മളിന്ന് പെപ്പെ വാട്ടർഫോളാണ് കാണാൻ പോകുന്നത്. ഫിഫി ഓക്കെ ഫിഫി വാട്ടർഫോളാണ് കാണാൻ പോകുന്നത്. അതിൽ നമ്മൾ കുറച്ചധികം 2 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടപ്പോൾ ഇങ്ങോട്ട് വന്നത്. തോണിയിലൊക്കെ അഡ്വഞ്ചർ ഉണ്ട് ഇനി. അപ്പോൾ ഇത് മെയിനല്ല, ഇത് സെക്കൻഡറി വാട്ടർഫോളാണ്. മെയിൻ വാട്ടർഫോൾ നമ്മൾ താഴെ കാണാൻ പോകും. അതിൻ്റെ മുന്നേ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ പോയത്. ആ ടിക്കറ്റ് 50 രൂപയാണ് അഡൽട്ടിന്. നമ്മളെപ്പോലെ 50 രൂപയാണ്. എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. കുറേ ക്ഷീണമൊന്നുമില്ല, അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെ ടിക്കറ്റ് ടീന്ന് അറിഞ്ഞ് അങ്ങോട്ട് പോവാ. നമ്മൾ എല്ലാം ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാ. ഇപ്പോൾ പറഞ്ഞ ഫോട്ടോ വീഡിയോ എടുക്കുന്നു. ഇവിടെ പ്രത്യേക നോക്കി നടന്നില്ലെങ്കിൽ നിലത്തെത്തും. ചിലപ്പോൾ വീട്ടിലേക്കും നടന്നേക്കും. അത് പ്രത്യേകത. എന്തായാലും എന്താവുമെന്ന് അറിയില്ല. നല്ല ഒരു വാട്ടർഫോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ? യെസ്. ഓക്കെ. ഇവിടുത്തെ കല്ല് കണ്ട നമുക്ക് കോള് പോലത്തെ ഒരു കല്ലാണ്. എന്താ കല്ല് സംഭവം എന്നറിയില്ല. നമ്മൾ ഇതൊരു പീസ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ വീട്ടിൽ കൊണ്ട് ഞാൻ എടുത്തു വെക്കാൻ പോകുന്നു. കളക്ഷൻ കല്ല്. ഓക്കെ അവിടെ എത്തിയിട്ട് ബാക്കി നോക്കാം. കാരണം കുറച്ച് ചാർജേ ഉള്ളൂ. ചെറിയൊരു കോണിയാണ്. കുറേ മെല്ലെ പോവാണ് നമ്മൾ. മെല്ലെ കുറേ അങ്ങനെ പണിയെടുത്തിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരു ഇതാണല്ലേ.
ഞാൻ മറ്റേ ബാറ്ററി എടുത്തില്ല. ഓ ചാർജ് പെട്ടെന്ന് തീരും. എന്തായാലും എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, കുറേ ഷൂട്ട് കിട്ടും. അന്ന വിട്ടിക്കണോ? ഒന്നും കൂടി ഞാൻ മനസ്സിലായി. ബ്യൂട്ടി ഓഫ് എന്താണ് പേര്? ഫിഫി. ഹലോ ഗായ്സ്, അപ്പൊ ആവില്ല. അല്ല റെക്കോർഡിംഗ് ആണ്. റെഡ് എത്തുണ്ടോ? ഫെമിന ബാനു ഫുൾ മൂഡിലാണ്. ഗായ്സ് നമ്മൾ വെള്ളത്തിലാണ് ഗായ്സ്. ഹലോ ഗായ്സ്, ഫിഫി വാട്ടർഫോളിന് എടുത്താൽ നിൽക്കുന്നത്. വാട്ടർഫോളിന്റെ അടുത്ത് കുറച്ചുകൂടി എടുത്ത് പോകണം. അവിടെ വരെ പോകണം. അവിടെ വലിയ പ്രശ്നമാണ്. എന്താ പറയാ നല്ല രസമുണ്ട്. ആ ഫസ്റ്റ് ആയിട്ടാണത്. അതെ. ഫോട്ടോ ക്യാമറ വീഡിയോ തോന്നല്ലേ നടക്കാൻ വീഡിയോ ആണോ? ഫോട്ടോ കിട്ടില്ല. വീഡിയോ guys, blue lake. blue waterfall. പോണല്ലേ പുലി ഇറക്കണ്. പാറയാണ് ഇവനാണ് ഇറക്കണത്, മനസ്സിലാണല്ലോ നീ. എന്നിട്ടെന്താ
എന്താ വിലക്ക് ചെയ്യണേ അണ്ണി? എല്ലാരും എന്തൊക്കെയാ കാട്ടുണ്ട് അണ്ണി? ഇവര് നരനാ ഇപ്പൊ മരം പിടിച്ചിറങ്ങിയാ? ആ അത് രാഹുൽ കാടിന്റെ മകൻ. ഇനി തിരിച്ചില്ലാന്നാ പറഞ്ഞേ. ഇവിടെ ഇഷ്ടപ്പെട്ടു, ഇവിടെ ഇഷ്ടപ്പെട്ടു. വെള്ളം നീല, ഞാനും നീല, എല്ലാം നീല. രാഹുൽ നീല, ആകാശം നീല. രാഹുൽ ഇഷ്ടപ്പെട്ടു എന്നാണ് കാടിന്റെ മകൻ. അങ്ങനെ ഒരു കാര്യം. നമ്മളെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നില്ലേ? ഹലോ ഗൈസ്, വേറെന്താ പറയും? ക്ലിഫ് ജംപ്. സ്റ്റേറ്റാ? ആസാമല്ലേ? മേഘാലയ. ഓക്കെ, മേഘാലയയിൽ ക്ലിഫ് ജംപിൻ്റെ നമ്മൾ ചാടുമ്പോൾ വീഡിയോ ഒരു മിനിറ്റ് ചേട്ടാ, ഓരോരുത്തർ എടുത്ത് ചാടുന്നു. കുറേ പേര് വരുന്നില്ല കേട്ടോ. നമ്മൾ ചാടാൻ പോവാണ്. ഏതാ നമ്മുടെ ക്ലിഫിന്റെ പേരെന്താ അറിയോ? ഈ ക്ലിഫിന്റെ പേരെന്താ? ഈ ക്ലിഫിന്റെ പേര് അർസാ ക്ലിഫ്. മേഘാലയയിലെ പ്രശസ്തമായ ക്ലിഫാണ് ഗൈസ്. പ്രശസ്തമായ ക്ലിഫ് എന്നാണ്. വേറെ കയറിക്കത് അറിഞ്ഞപ്പോ ആടെ മോൾക്ക് നിന്നാ പോരാ. ചാട് മൂപ്പര് പറഞ്ഞാൽ എന്താ ഇവിടെ കുറെ കഷ്ടപ്പെടുന്നുണ്ടോ? എന്തായാലും ചാടാൻ പോവാണ്. ലാൽസാദ് പേടിയുണ്ടോ? കുറച്ചില്ല എന്നാ പറ്റിയാലോ? കുറച്ചുണ്ട്. അനുരാഗ് പറഞ്ഞത് അനുരാഗിന് പേടിയുണ്ട്. പാട്ട് വീഡിയോ എല്ലാരും ചാടാണ്. Ready, 1, 2, 3, go! Yes. Simi. We are gravity.
വെള്ളം വന്നതിന് ചാടിയാൽ തരുന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ ടെൻറ്റിലാണുള്ളത്.